തിരുവനന്തപുരം നഗരസഭയില് വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ അയോഗ്യനാക്കാനുള്ള നീക്കത്തില് UDF-നെ വെട്ടിലാക്കി ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ പുറത്തു വന്നിരുന്നു. സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിക്കാൻ കൗൺസിൽ യോഗത്തിനിടയിൽ മേയർ വായിച്ച ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ് UDF കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമ്മളുമായി ചേരുന്നത് BV അരുണാണ്. അരുൺ, തിരുവനന്തപുരം നഗരസഭയിൽ പുതിയൊരു രാഷ്ട്രീയ വിവാദമാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അരുൺ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ഈ നഗരസഭയിലെ LDF UDF മുന്നണികൾ പക്ഷേ ഇന്നലെ അത് അക്ഷരാർത്ഥത്തിൽ BJPക്ക് രക്ഷയാവുകയും LDF-നും UDF-നും തിരിച്ചടിയായി മാറുകയുമായിരുന്നു. ഒരു പുഴിക്കടകൻ എന്ന് തന്നെ പറയണം. മേയർ VV രാജേഷ് ഇന്നലെ ഒരു സർക്കുലർ ആയുധമാക്കിയാണ് പ്രതിപക്ഷങ്ങളുടെ നീക്കത്തെ പൊളിച്ചത്. ആ സർക്കുലർ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയതാണ്. ആഭ്യന്തര വകുപ്പ് ഈ സുഗതന്റെ വാഴോട്ടുകോണം വാർഡുകൾ സുഗതൻ കൗൺസിൽ യോഗത്തിൽ പോലീസ് സംരക്ഷണം പങ്കെടുക്കാൻ അനുമതി തേടി ആഭ്യന്തര വകുപ്പിനെ സമീപിക്കുന്നു. അതിന് മറുപടിയായി ആഭ്യന്തര വകുപ്പ് നൽകിയ സർക്കുലറിൽ പറയുന്നത് ഇപ്രകാരമായിരുന്നു: കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, എന്നാൽ താങ്കളുടെ കൗൺസിൽ സ്ഥാനം നഷ്ടമാകാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷന് അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദമുണ്ടായിരിക്കും. അതനുസരിച്ച് കോർപ്പറേഷൻ കൗൺസിൽ ഈ അപേക്ഷ അവധി അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിൽ സ്ഥാനം അയോഗ്യതയിൽ നിന്ന് മാറുമെന്ന്, അല്ലെങ്കിൽ താങ്കൾ നഗരസഭാ കൗൺസിൽ അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിൽ സ്ഥാനം അയോഗ്യതയിൽ നിന്ന് ഒഴിവാകും, സുരക്ഷിതമായിരിക്കുമെന്ന വിചിത്രമായ ഒരു സർക്കുലർ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി നമിത T പുറത്തിറക്കിയ സർക്കുലറാണ് ഇന്നലെ BJP ആയുധമാക്കിയത്. ആയുധമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വലിയൊരു ശക്തമായ ആയുധമായി പ്രതിപക്ഷത്തിന് മേൽ BJPയുടെ നേതാവ് കൂടിയായ കൗൺസിലർ പ്രയോഗിച്ചത്. അതായത് അതോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങൾ പൊളിഞ്ഞു വീഴുകയായിരുന്നു. സുഗതനെ കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ ഇങ്ങനെ വോട്ടിനിട്ടാൽ മതി എന്ന ഒരു ഉപദേശം കൂടി നൽകുകയായിരുന്നു ആഭ്യന്തര വകുപ്പിൻ്റെ, കോൺഗ്രസ് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിനെ ഞെട്ടലുണ്ടാക്കുന്ന വിഷയമായത് മാറി. അതോടുകൂടി ഇത് അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയിരുന്നു. എങ്ങനെയാണ് ഇത്തരമൊരു സർക്കുലർ ആഭ്യന്തര വകുപ്പ് BJP കൗൺസിലർക്ക് അനുകൂലം? നേരത്തെ തന്നെ സുഗതനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന രാഷ്ട്രീയ ആരോപണം CPM ഉയർത്തുന്നതാണ്. അതിനിടയിലാണ് ആ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന, ബലം പകരുന്ന ഒരു നടപടി ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അവിടെയാണ് അന്വേഷണത്തിന് മന്ത്രി നിർദ്ദേശം നൽകിയത്. പക്ഷേ ഈ സുഗതനെ ഇത്തരമൊരു നിർദ്ദേശം കിട്ടിയ സർക്കുലർ വന്ന വഴി കുറച്ചുകൂടി രാഷ്ട്രീയ വിവാദത്തിന് ഇട നൽകുന്നതാണ്. കാരണം ഇത് വഴി ഈ സർക്കുലർ വന്നത് തദ്ദേശ വകുപ്പിൻ്റെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആഭ്യന്തര വകുപ്പിന് ഇത്തരമൊരു കത്ത് ലഭിക്കുമ്പോൾ അവർ തദ്ദേശ വകുപ്പിനോട് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാവുന്ന ഉപദേശം തേടി. അവിടെ നിന്ന് അവർക്ക് ലഭിച്ച മറുപടി സുഗതനെ അവധി അപേക്ഷിക്കാൻ അർഹതയുണ്ടെന്ന് റിപ്പോർട്ട് അവർ നൽകി. തദ്ദേശ വകുപ്പ് അങ്ങനെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് വിശദാംശങ്ങൾ ഇനി ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അത്തരം റിപ്പോർട്ട് തദ്ദേശ വകുപ്പ് നൽകിയിട്ടുണ്ട്. സുഗതനെ അവധി അപേക്ഷിക്കാൻ അർഹതയുണ്ടെന്ന് തദ്ദേശ ഭരണ വകുപ്പ് റിപ്പോർട്ട് നൽകി. അവധി അപേക്ഷ കൗൺസിൽ പാസാക്കിയാൽ സുഗതന്റെ അംഗത്വം സുരക്ഷിതമായിരിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയാണ് ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്ക് ഇത്തരമൊരു ഉപദേശം നൽകിയത്. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി റിപ്പോർട്ട് ജൂലൈ 18 നൽകി. ആഭ്യന്തര വകുപ്പ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിചിത്രമായ ഒരു സർക്കുലർ BJP കൗൺസിലർക്ക് അദ്ദേഹത്തിൻ്റെ കൗൺസിലിലെ അംഗത്വം സംരക്ഷിക്കാൻ എന്താണ് വഴിയെന്ന് ഉപദേശിച്ചുകൊണ്ടുള്ള സർക്കുലർ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയത്. ഇത്രയും നേരം ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയായി ചൂണ്ടിക്കാണിക്കാമെങ്കിൽ അവിടെ തദ്ദേശ വകുപ്പ് കൂടി പ്രതിക്കൂട്ടിലാവുകയാണ്. തദ്ദേശ വകുപ്പ് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. അങ്ങനെ മുസ്ലിം ലീഗ് കൂടി കോൺഗ്രസിൻ്റെ ഈ വിവാദത്തിൽ കോൺഗ്രസിനൊപ്പം ചേരുകയാണ്. അല്ലെങ്കിൽ BJP കൗൺസിൽ രക്ഷിക്കാൻ തദ്ദേശ വകുപ്പ് ലീഗ് ഭരിക്കുന്ന തദ്ദേശ വകുപ്പും ഇടപെട്ടു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കത്തിൻ്റെ രേഖകൾ. ഏതായാലും കോൺഗ്രസിനെ ലീഗിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയമാണ് ഉണ്ടായിരിക്കുന്നത്. ഉദ്യോഗസ്ഥന് മാത്രം തലയിൽ പഴിചാരി രക്ഷപ്പെടാനാകുമോ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നടപടി ഉണ്ടാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഇന്നലെ കൂടി പങ്കെടുത്തില്ലെങ്കിൽ 3 യോഗങ്ങളിൽ സുഗതൻ പങ്കെടുക്കാത്ത സാഹചര്യമുണ്ടാകും. അതോടുകൂടി അംഗത്വം റദ്ദായേക്കാമെന്ന സൂചനകളാണ് പുറത്തു വന്നത്. നേരത്തെ ഒരു യോഗത്തിൽ പങ്കെടുത്തുവെന്ന് BJP അവകാശപ്പെടുമ്പോഴും അവർ ആ വിഷയത്തിൽ നിൽക്കുമ്പോഴും അവർക്ക് ഏറ്റവും വലിയ ആയുധമായി മാറിയത് ഇന്നലെ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കുലർ തന്നെയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു കൈ സഹായത്താൽ BJP അവരുടെ ഭരണം നിലനിർത്തുന്നു. കോൺഗ്രസിൽ നിന്ന് വിമതനായി ജയിച്ചു വന്ന സുധീഷ് കൂടി BJPക്ക് വേണ്ടി അരുണാണ് തിരുവനന്തപുരം നഗരസഭയിൽ നിന്നുമുള്ള കൂടുതൽ വാർത്തകൾ നമ്മളുമായി പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.